ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അധിക പ്രാവശ്യം എയർഫോഴ്സ് എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാൻഡില സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി എന്ന ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷനാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത് +2 സിലബസ് ഉള്ളവർക്കാണ്. അതായത് ഇന്ത്യൻ നേവിയുടെ ASSR, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് എക്സ്, ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ദെൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ GD യാന്ത്രിക്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇലക്ട്രിസിറ്റി എന്ന ടോപ്പിക് വീഡിയോ നിങ്ങൾ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയുള്ള ചോദ്യങ്ങളെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട് യൂസ്ഡ് ടു ഗെറ്റ് സ്മൂത്ത് DC ഔട്ട്പുട്ട് ഫ്രം റെക്ടിഫയർ സർക്യൂട്ട് ഈസ് കോൾഡ് ഓപ്ഷൻ A ഓസിലേറ്റർ, ഓപ്ഷൻ B ഫിൽട്ടർ, ഓപ്ഷൻ C ആംപ്ലിഫയർ, ഓപ്ഷൻ D ലോജിക് ഗേറ്റ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു DC ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കേണ്ട റെക്ടിഫയർ സർക്യൂട്ടിൽ നിന്നും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ B ഫിൽട്ടർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സെൽ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് EMF വെൻ ഇറ്റ് ഈസ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സെല്ലിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൻ്റെ EMFിനേക്കാൾ കൂടുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A ബീയിങ് ഡിസ്ചാർജഡ്, ഓപ്ഷൻ B ഈസ് ഓപ്പൺ സർക്യൂട്ട്, ഓപ്ഷൻ C ബീയിങ് ചാർജഡ്, ഓപ്ഷൻ D ബീയിങ് എയ്തർ ചാർജഡ് ഓർ ഡിസ്ചാർജഡ്. സോ ഇതിന് ഉത്തരം ഓപ്ഷൻ B ബീയിങ് ചാർജഡ് ആണ്. അപ്പോഴാണ് EMFിനേക്കാൾ കൂടുതലായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെല്ലിൽ ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രൈമറി സെൽ ഹാസ് EMF 2 volt വെൻ ഷോർട്ട് സർക്യൂട്ടഡ് ഇറ്റ് ഗീവ്സ് എ കറൻറ്റ് ഓഫ് 4 ampere. ഇറ്റ്സ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻ ഓം വിൽ ബി. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സർക്യൂട്ടിലെ EMF എന്ന് പറയുന്നത് 2 volt ആണ്. ദെൻ അവിടെയുള്ള കറണ്ട് 4 ampere ആണ്. അപ്പം അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A 0.5 ohm, ഓപ്ഷൻ B 2 ohm, ഓപ്ഷൻ C 5 ohm, ഓപ്ഷൻ D 8 ohm. സോ നമുക്കറിയാം R V/I ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 ആണ്, കറണ്ട് 4 ആണ്. സോ 0.5 ohm ആയിരിക്കും. ആൻസർ ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ സെൽ ഈസ്. ഒരു ഐഡിയൽ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A ഇൻഫിനിറ്റ്, ഓപ്ഷൻ B 0, ഓപ്ഷൻ C 0.9 ohm, ഓപ്ഷൻ D നൺ ഓഫ് ദിസ്. സോ ഇതിന് ഉത്തരം ഓപ്ഷൻ B 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 ചാർജസ് +3.2 × 10⁻19 coulomb and -3.2 × 10⁻19 coulomb placed 2.4 angstrom apart from an electric dipole. It is placed in a uniform electric field of intensity 40 × 10⁵ volt per meter. The electric dipole moment is. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് കാണാനാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചാർജുകൾ +3.2 × 10⁻19 കൂളോമ്പും -3.2 × 10⁻19 കൂളോമ്പുമാണ്. ദെൻ ഇവിടെ തന്നിട്ടുണ്ട് പ്ലേസ് ചെയ്തത് 2.4 ആംസ്ട്രോങ് ആ ഒരു ഡിസ്റ്റൻസിലാണ്. അപ്പം നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A 7.68 × 10⁻19 coulomb in meter. Then option B 7.68 × 10⁻19. Option C 15.36 × 10⁻29. ഓപ്ഷൻ D 15.36 × 10⁻19 coulomb meter. അപ്പം നമുക്ക് ഡൈപോൾ മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. P = Q × 2L ആണ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചാർജ് 3.2 × 10⁻19 then into 2. ദെൻ ഇവിടുത്തെ ഡിസ്റ്റൻസ് ഇവിടെ തന്നത് 2.4 ആങ്സ്ട്രോങ് ആണ്. നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 10⁻
10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ 2.4 ഇൻറ്റു 10⁻⁻10. അപ്പോൾ നമ്മളിവിടെ ഓപ്ഷൻസിലേക്ക് നോക്കാം. ഇവിടെ -19 ഉണ്ട്, ദെൻ ഇവിടെ ഒരു -10 ഉണ്ട്. അപ്പോൾ ഈ വാല്യൂ വരുന്നത് എപ്പോഴും നെറ്റ് വാല്യൂ വരുന്നത് അവസാനം ഒരു ഇൻറ്റു 10⁻⁻29 ആയിരിക്കും ലാസ്റ്റ് വരും. അപ്പം ഒന്നെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കാം, സി ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കാം. അപ്പോൾ ഈ രണ്ട് പോസിബിലിറ്റി ഇവിടെ ഉള്ളൂ. ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ അറിയാം. 2.4 ഇൻറ്റു 2 ഇൻറ്റു 2.4 ഇൻറ്റു 3.2 എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം വരുന്ന വാല്യൂ ഒരു 15.36 എത്തുക. ഒരിക്കലും ഈ ചെറിയ വാല്യൂലോട്ട് എത്തില്ല. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 15.36 ഇൻറ്റു 10⁻⁻29 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഇഫ് ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ എ നെർവ് ദ മാൻ. അപ്പം ഒരു മനുഷ്യൻ്റെ നെർവ് കൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബീയിങ് ലോഫ്, ഓപ്ഷൻ ബി ബിഗിൻ വീപ്പ്, ഓപ്ഷൻ സി ഈസ് എക്സൈറ്റഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പല പ്രാവശ്യമായിട്ട് ഇന്ത്യൻ നേവിയുടെ എക്സാമുകളൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഈസ് എക്സൈറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അധിക പ്രാവശ്യം എയർഫോഴ്സ് എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 2 plates are potential -10 volt and +30 volt. If the separation between the plate is 2 cm, then find the electric field between them. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് -10 വോൾട്ടും +30 വോൾട്ടും ആണ്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു സെപ്പറേഷൻ 2 cm ആണ്. ദെൻ ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. അവിടെ ഉണ്ടായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മുടെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ 2000 വോൾട്ട് പെർ മീറ്റർ, ഓപ്ഷൻ ബി 1000 വോൾട്ട് പെർ മീറ്റർ, ഓപ്ഷൻ സി 500 വോൾട്ട് പെർ മീറ്റർ, ഓപ്ഷൻ ഡി 3000 വോൾട്ട് പെർ മീറ്റർ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നിരിക്കുന്ന എല്ലാ ആൻസറും തന്നിരിക്കുന്ന ഓപ്ഷൻസ് മീറ്ററിലാണ്. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സെപ്പറേഷൻ എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ നോക്കാം. നമുക്ക് E = V/D ആണ്. സോ D എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, V എന്ന് പറഞ്ഞ ഇവിടുത്തെ ചേഞ്ച് ഇൻ വോൾട്ടേജ്, അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 30 - -10 ഡിവൈഡഡ് ബൈ 2, ഇത് സെൻറ്റിമീറ്ററിലാണ്. നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. 2 × 10⁻². അപ്പോൾ ഇത് വരുമ്പോൾ 30 - -10 എന്ന് പറയുന്നത് 40 ആണ്. 40 ഡിവൈഡഡ് ബൈ 2 × 10⁻². ഈ വാല്യൂ ഇവിടെ 40യോട് കട്ട് ചെയ്തിട്ട് 2ഉം 40യും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 ആണ്. ദെൻ 20 ഇവിടെ താഴെ 10⁻², മുകളിലോട്ട് വരുമ്പോൾ 10⁻² ആയിട്ട് മാറും. അഥവാ 2000 വോൾട്ട് പെർ മീറ്റർ ആയിരിക്കും ഇതിൻ്റെ ശരി ഉത്തരം. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ: എ ഹോളോ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് 10 cm is charged such that the potential on its surface is 80 volt. The potential at the center of the sphere is. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഹോളോ മെറ്റൽ സ്ഫിയർ ഉണ്ട്, അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 cm ആണ്. അതിനെ ചാർജ് ചെയ്തപ്പോൾ അതിൻ്റെ സർഫസിൽ ഉണ്ടായിട്ടുള്ള വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 80 വോൾട്ടേജ് ആണ്. അങ്ങനെയെങ്കിൽ ആ ഒരു സ്ഫിയറിൻ്റെ സെൻറ്ററിൽ എത്ര വോൾട്ടേജ് ആയിരിക്കും, അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ 0, ഓപ്ഷൻ ബി 80 വോൾട്ട്, ഓപ്ഷൻ സി 800 വോൾട്ട്, ഓപ്ഷൻ ഡി 8 വോൾട്ട്. സോ അപ്പം ഈ ഒരു കേസിൽ എല്ലാ ഭാഗത്തും എന്തായിരിക്കും, ഒരുപോലെ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 80 വോൾട്ട് ആണ്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ റിപ്പീറ്റ് അടിച്ച് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. 2-3 പ്രാവശ്യം ഇതുപോലെ തന്നെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്, ഒന്ന് ദയവായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയമെൻഷൻ ഓഫ് 1/ε0 E² ഡിവൈഡഡ് ബൈ HCR. അപ്പോൾ 1/ε0 E² HCയുടെ ഡയമെൻഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ
a raised to 1, t raised to 3, l raised to minus 3, m raised to minus 1. Option B, a raised to 0, t raised to 0, l raised to 0, m raised to 0. Option C, a raised to minus 2, t raised to 0, l raised to 3, m raised to 0. Option D, a raised to 0, t raised to 4, l raised to minus 3, m raised to minus 1. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, എ റൈസ് ടു 0, ടി റൈസ് ടു 0, എൽ റൈസ് ടു 0, എം റൈസ് ടു 0. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് എ സ്ട്രേറ്റ് കണ്ടക്ടർ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ്. ഇപ്പോൾ ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ അതിൻ്റെ റെസിസ്റ്റൻസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ഷേപ്പ് ഓഫ് ദ ക്രോസ് സെക്ഷൻ. ഓപ്ഷൻ ബി, ടെമ്പറേച്ചർ. ഓപ്ഷൻ സി, മെറ്റീരിയൽ. ഓപ്ഷൻ ഡി, ലെങ്ത്ത്. സോ നമുക്കറിയാം ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ പർട്ടിക്കുലർ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വയറിൻ്റെ ഷേപ്പിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, ഷേപ്പ് ഓഫ് ദ ക്രോസ് സെക്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. When there is an electric current through a conducting wire along its length, an electric field must exist. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു കണ്ടക്ടീവ് വയർ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ അപ്പോൾ അതിനുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യമാണ്, ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ഇൻസൈഡ് ദ വയർ ബട്ട് നോർമൽ ടു ഇറ്റ്. ഓപ്ഷൻ ബി, ഇൻസൈഡ് ദ വയർ ബട്ട് പാരലൽ ടു ഇറ്റ്. ഓപ്ഷൻ സി, ഔട്ട്സൈഡ് ദ വയർ ബട്ട് നോർമൽ ടു ഇറ്റ്. ഓപ്ഷൻ ഡി, ഔട്ട്സൈഡ് ദ വയർ ബട്ട് പാരലൽ ടു ഇറ്റ്. സോ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ഇൻസൈഡ് ദ വയർ ബട്ട് പാരലൽ ടു ഇറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഐഡൻറ്റിക്കൽ ഹീറ്റർ കോയിൽ ആർ കണക്റ്റഡ് ഇൻ പാരലൽ അക്രോസ് ദ മെയിൻസ്. If one of the coil breaks, the other coil, option A, will also not be heated. Option B, develop a higher temperature. Option C, develop a lower temperature. Option D, will develop the same amount of temperature as before. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു മെയിൻ ലൈനിൽ രണ്ട് ഐഡൻറ്റിക്കൽ ഹീറ്റേഴ്സ് ഉണ്ട്, അത് പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അപ്പം ഒരു ഹീറ്റർ എന്ത് ചെയ്തു, കണക്ഷൻ പൊട്ടിപ്പോയി അല്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിച്ചു. അങ്ങനെയെങ്കിൽ മറ്റേ കോയിലിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ അപ്പോൾ നമുക്കറിയാം ഇത് പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ ആകുമ്പം എന്ത് ചെയ്യും, will develop the same amount of temperature as before. പഴയത് മുന്നേ എത്രയാണോ നമ്മൾ പിന്നെ ഈ ഒരു ഹീറ്റിംഗ് കോയിലിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത ടെമ്പറേച്ചർ അത് തന്നെ ആയിരിക്കും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് പാരലൽ കണക്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഇലക്ട്രിക് ബൾബ്സ് റേറ്റഡ് ഫോർ ദ സെയിം വോൾട്ടേജ് ഹാവ് പവേഴ്സ് ഓഫ് 200 watt and 100 watt. If their resistance are respectively R1 and R2, then ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു രണ്ട് ഇലക്ട്രിക് ബൾബ് ഉണ്ട്, അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഒന്നിൻ്റെത് 200 വാട്ടും രണ്ടാമത്തേതിന് 100 വാട്ടുമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്താണ്, പിന്നെ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ പിന്നെ റെസിസ്റ്റേഴ്സിൻ്റെ റിലേഷൻ R1ഉം R2ഉം തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, R1 = 2R2. ഓപ്ഷൻ ബി, R2 = 2R1. ഓപ്ഷൻ സി, R2 = 4R1. ഓപ്ഷൻ ഡി, R1 = 4R2. സോ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ അറിയാം, P = V²/R എന്നുള്ളൊരു ഇക്വേഷൻ. സോ അപ്പോൾ ഇവിടെ ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ ദെൻ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം, P1 × R1 രണ്ടാമത്തെ കേസിലെടുക്കാൻ നമുക്ക് P2 × R2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ P1ൻ്റെ പവർ എന്ന് പറയുന്നത് 200 ആണ്. 200 R1 = ഇവിടെ 100 R2 ആണ്. ദെൻ നമുക്ക് വെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ 0 ക്യാൻസൽ ആയിട്ട് പോവും. ദെൻ 2R1 = R2 ആണ് റിലേഷൻ വരുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, R2 = 2R1 ആണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് ഇലക്ട്രിസിറ്റി എന്ന ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക.
ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സേനകളിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.